പൃഥ്വിരാജ് ലോഡിംഗ്. പൃഥ്വിരാജിന്റെ സമീപകാലത്ത് അത്ര നല്ല സമയമല്ലായിരുന്നു. എമ്പുരാൻ മികച്ച വിജയം എന്ന് പറഞ്ഞാൽ മികച്ച കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രതികരണമൊന്നും എമ്പുരാന്റെ അത്ര എല്ലാവർക്കും ഒരു യുണീക്കായിട്ടുള്ള പ്രതികരണമല്ലായിരുന്നു. രണ്ട്, ഈ പറഞ്ഞ പോലെ വിലായത്ത് ബുദ്ധ അദ്ദേഹം അഭിനയിച്ച സിനിമ വമ്പേ പരാജയപ്പെട്ടു. എനിക്ക് ആ സിനിമ അത്ര മോശം തോന്നില്ല. പക്ഷെ സിനിമ പരാജയപ്പെടാനുള്ള കാരണം 90% പേർക്കും ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ടാണ്. പക്ഷേ പൃഥ്വിരാജ് അടുത്ത വീണ്ടും ഗംഭീര സബ്ജക്റ്റുകളുമായിട്ട് വരികയാണ്. അതിനകത്ത് ആദ്യം വരുന്നത് നിസാം ബഷീറിന്റെ ഐ നോബഡിയാണ്. നിസാം ബഷീർ നമുക്കറിയാം, കെട്ടിയോളാണ് എൻ്റെ മാലാഖയും റോഷാക്കും, രണ്ട് ഗംഭീര ജോണർ ഗംഭീര ഹിറ്റുകൾ അടിച്ച പടം. അതിനുശേഷം ഐ നോബഡി ട്രെയിലർ ഇന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ആക്ഷൻ ത്രില്ലർ പടം തന്നെയാണ്. പാർവതിയും അല്ലെങ്കിൽ പൃഥ്വിരാജും ഗംഭീരമായിട്ട് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല സിനിമയായിരിക്കും. വരാൻ പോകുന്നതോ രാഹുൽ സദാശിവന്റെ ഭ്രമയുഗവും ഭൂതകാലവും ഒക്കെ എടുത്ത രാഹുൽ സദാശിവന്റെ ഹൊറർ മൂഡിലുള്ള പടം, അത് ഒടിയൻ എന്ന് പേരിട്ടുണ്ട്. ആ സിനിമ വരുന്നുണ്ട്. രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പൃഥ്വിരാജ് ഗംഭീര കഥാപാത്രമാണ്, മെയിൻ കഥാപാത്രമാണ്. 3 കഥാപാത്രങ്ങളാണ് മെയിൻ അതിനകത്തുള്ളത്. അതിനകത്ത് വാരണാസി എന്നാണ് പടം. അടുത്ത വർഷം റിലീസാണ്. അതുപോലെ തന്നെ ഖലീഫ ഓഗസ്റ്റ് 20 വരുന്നു. ഗംഭീര ആക്ഷൻ പാക്ഡ് സിനിമകൾ. ഈ സിനിമകളൊക്കെ വിജയിച്ചാൽ പൃഥ്വിരാജ് എന്നുള്ള നടൻ എന്നുള്ള രീതിയിലും പൃഥ്വിരാജ് വീണ്ടും അതിഗംഭീരമായി തിരിച്ചു വരും. എങ്ങും പോയിട്ടില്ല ഇവരാരും. ഇവരെല്ലാം അസാധാരണ കഴിവുള്ളവരാണ്. എന്തായാലും സംവിധാനത്തിലേക്കും വീണ്ടും അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞ് ലൂസിഫറിന്റെ 3ാം ഭാഗം വരുന്നു. അതിനു മുമ്പ് ഒരു ചിത്രം ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും പൃഥ്വിരാജ് തയ്യാറെടുപ്പിലാണ്, ഒരുങ്ങി തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം.